2014 മോഡലാണ്. എന്നാ പോട്ടെ, ഒരു 3 കൊടുക്കും. ശരി, 3 രൂപയ്ക്ക് ആജു പറഞ്ഞ വില 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് കൊടുത്തേക്കാം. കസ്റ്റമറിന് നോക്കിക്കോ, എവിടെയെങ്കിലും ഈ വണ്ടി കിട്ടും നോക്കിക്കോ. ഏറ്റവും നല്ല ഓഫറാണ്. ഒന്നുമില്ല, 35,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. വണ്ടി പക്കയായി കിലോമീറ്റർ അല്ലെങ്കിൽ എന്താ ചെയ്ത് കൊടുക്കണം? നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. 2017 ന്യൂ ഷേപ്പ്. 17 ന്യൂ ഷേപ്പ് അല്ലേ? 4,80,000 രൂപ. 480. 5ന്റെ മേലെ ലോണും ചെയ്യാം അല്ലേ? സുഖമായിട്ട് ചെയ്യാം. പെട്രോൾ ആണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് 17 വണ്ടിയാണ്. ഇത് നമുക്ക് 7,20,000 ഏറെക്കുറെ നമുക്ക് 7 രൂപ ലോണും കൊടുക്കാം അല്ലേ? പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, നല്ല മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക്. അതും ആ 18 അങ്ങനെ എടുക്കാം. രണ്ട് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന വണ്ടിയാണ്. ഏറ്റവും വില കുറച്ചിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊല്ലത്താണ്. കൊല്ലത്തുള്ള നമ്മുടെ ട്രസ്റ്റ് വാല്യൂലാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ ഈ കാണിക്കുന്നത് 2ാമത്തെ എപ്പിസോഡാണ്. ഇതിന് തൊട്ട് മുമ്പ് വേറൊരു എപ്പിസോഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ളതിൽ ഭൂരിഭാഗം വണ്ടികളും. അതിൻ്റെ പുറമെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ളത് പർച്ചേസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ ഒരു യൂസ്ഡ് ആണെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ചാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടീൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ യൂസ്ഡ് കാറിൻ്റെ ഒരു ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ പുറമെ ഇതുപോലെയുള്ള നല്ല നല്ല ഷോറൂമിൽ നിന്നൊക്കെ എടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ പുറമെ മാക്സിമം വില കുറച്ച് തരുകയും ചെയ്യും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ കാണാൻ മറക്കണ്ട. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചധികം നല്ല അടിപൊളി സെഡാൻ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100-ൽ 100ആണ്. അതിൽ ഒരു പേടിയും വേണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കാണാത്തവരൊക്കെ കണ്ടോട്ടെ. കാരണം എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അധികം ഒന്നും പറയുന്നില്ല. ഈ നേരത്തെ കിടക്കുന്നത് മുഴുവൻ കാണിക്കാനുള്ളതാണ്. നമുക്ക് എന്തായാലും വേഗം നിങ്ങൾ പറഞ്ഞു പോകാം. സോ ഇപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി ഒരു ഹോണ്ട സിറ്റി നിങ്ങൾ തുടങ്ങിയാലോ? അതെ, 2018 മോഡൽ V ആണ്. അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ടാണ്. അലോയ്സ് ഒക്കെ ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. പിന്നെ വണ്ടി 17 ആ ഷേപ്പാണ്. ന്യൂ ഷേപ്പ് എന്ന് പറയാം. 17 ഇറങ്ങിയ ഫസ്റ്റ് ഷേപ്പാണ്. 16 വരെ വേറൊരു ഷേപ്പ് ആയിരുന്നു. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓടിയതോ ഏറെക്കുറെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ നീറ്റ്നെസ് തന്നെയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും എല്ലാം അടിപൊളിയാണ്. പിന്നെ വണ്ടി ടച്ചിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു ആക്സിഡന്റും ഇല്ല. ടച്ചിങ് ഒക്കെ ചെയ്ത് ഈ കളർ ഒരിക്കലും കിട്ടത്തില്ല. അതാണ് ഈ ഹോണ്ട സിറ്റി ഏറ്റവും 4 ടയർ പുത്തൻ ടയർ അല്ലേ? യെസ്, 4 ടയർ പുത്തൻ ടയർ. നമുക്ക് 7,20,000 രൂപ കൊടുക്കാം. 6.5 ലക്ഷം വരെ ലോൺ കൊടുക്കാം. 70,000 രൂപ കൊണ്ടുവന്നാൽ മതി. 2017 വണ്ടി അല്ലേ? 17 അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് കുറച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഇപ്രാവശ്യം നമ്മളിപ്പോ എല്ലാ വണ്ടിയിലും 18 അല്ലേ? ഓക്കെ, നമ്മൾ എല്ലാ വണ്ടിയിലും പറയുന്നില്ല. അതായത് ഇവിടെ കിടക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഏകദേശം ഒരു 50,000 രൂപ കൈ കൊണ്ടുവന്നാൽ മതി. ബാക്കി പ്രൊഫൈൽ ഒരു 700 മേലെ പ്രൊഫൈലിന് സിബിലും വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം ഇറക്കി കൊടുക്കാം. തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള വണ്ടികളല്ലേ? ക്വാളിറ്റിയുള്ള മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വണ്ടി 2017 വണ്ടിയാണിത്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. വി തന്നെയാണ് ഈ വണ്ടിയും. ഈ വാഹനം നമുക്ക് വളരെ തുച്ഛമായ റേറ്റിന് കൊടുത്തേക്കാം കസ്റ്റമറിന്. ബോഡി അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. നല്ല നീറ്റ് വണ്ടിയാ. ഇതിപ്പോ പിന്നെ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഞാൻ പറയാം, വേറെ സ്റ്റീരിയോയും കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. കമ്പനി വന്നത് തന്നെയാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വരും. അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. പിന്നെ ക്ലെയിം ഒന്നുമില്ലെന്ന് ഉറപ്പല്ലേ? ക്ലെയിം ഒന്നുമില്ല. ഇത് നമുക്ക് 40,000 കിലോമീറ്റർ 7,20,000 ഈ വണ്ടിയും കൊടുക്കാം. 720. ഇത് 18 വണ്ടിയാണ്. ഇത് 720 ആണ്. അത് കിലോമീറ്റർ കൂടിയോണ്ടാണ് 720 പറഞ്ഞത്. ഇത് നമുക്ക് 17 വണ്ടിയാണ്. ഇത് നമുക്ക് 7,20,000 ഏറെക്കുറെ നമുക്ക് 7 രൂപ ലോണും കൊടുക്കാം അല്ലേ? അതായത് ഒരു റീപ്ലേസ് ഇല്ല എന്നുള്ളതാണ് മെയിൻ ഗുണം അല്ലേ? അതെ. ഹോണ്ട സിറ്റിയുടെ ഏറ്റവും പുതിയ വണ്ടി. അതെ, ഇത് 2022 ഹോണ്ട സിറ്റി V ആണ് വണ്ടി. 22 ഹോണ്ട സിറ്റി V ആണ് വണ്ടി. ആ ഷേപ്പ് ഒക്കെ പെട്രോൾ വണ്ടിയാണ്. 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് ഹൈബ്രിഡ് ആണോ? ഇത് ഹൈബ്രിഡ് ആണോ എന്ന് ചോദിച്ചാൽ പുറകിലൊന്നും എഴുതിയിട്ടില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. എനിക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. കസ്റ്റമർ കൊണ്ടുവന്ന് ഇട്ടൊരു വണ്ടി തന്നെയാണ്. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷനാ? അതെ, VX ആണ് ഫുൾ ഓപ്ഷൻ. നമ്മൾ കാണിച്ച 3 സിറ്റിയും V ആണ്. ഒരുവിധം എല്ലാ ഫീച്ചറും വരും അല്ലേ? അതെ. പിന്നെ ഇതിന്റെ ഒരു ഗുണം വെച്ചാൽ 17,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. അതെ. വേറൊരു കാര്യം പറയാം, ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോലും അല്ലേ? അതെ, പിന്നെ 24/5/2022 അല്ലേ? ഡെലിവറി? അതെ, 22 5-ാം മാസം 22ാമത്തെ വർഷമാണ് ഡെലിവറിയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് 10.5 ലക്ഷം രൂപ തന്നേക്കാം. 10,50,000 രൂപ. ആലോചിക്കണം, 22 ഏറ്റവും ഫുള്ളില് തൊട്ട് താഴെയുള്ള വണ്ടി അല്ലേ? അതെ. 10.5 ലക്ഷം രൂപ. 10.5 ലക്ഷം നെഗോഷ്യബിൾ ആവൂലേ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ. ഈ വണ്ടിയൊക്കെ ഏറെക്കുറെ 10-18 രൂപ വിലയൊക്കെ അന്ന് കമ്പനി ഇറങ്ങുമ്പോൾ ഉള്ള വണ്ടിയാണല്ലേ? എന്തായാലും നെഗോഷ്യബിൾ ആയി തരും. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കാം. 10 ലക്ഷം രൂപ ലോണും കയറും അല്ലേ? നല്ല ഹൈ ക്വാളിറ്റി ഒരു വെൻഡോ. 2014 മോഡൽ കംഫർട്ട് ലൈൻ ആണ് വണ്ടി. 14 കംഫർട്ട് ലൈൻ. 90,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഒരു അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഫോക്സ്വാഗൻ ഇറക്കിയ സെഡാൻ മോഡൽ ടൈപ്പ് വണ്ടിയാണിത്. അതെ.
ഇത് ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി എന്തായാലും ഒരു 16-17 റേഞ്ചിൽ മൈലേജ് കിട്ടും അല്ലേ? അതിൽ മേളിൽ കിട്ടുമെങ്കിലും ഏകദേശം പഴയ മോഡലായതുകൊണ്ട് ചോദിക്കട്ടെ, ഇതിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. പ്രത്യേകിച്ച് ഫോക്സ് വാഗൺ അങ്ങനെ ഇടിക്കത്തില്ലാന്ന്. നല്ല ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെ പെട്ടെന്ന് ഇരിക്കത്തില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ ഡീസലൊക്കെ തീരുന്നവരെ ഓട്ടിക്കാതെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് ഡീസലൊക്കെ ഹാഫ് ടാങ്കിൽ ഓട്ടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇഞ്ചക്ടറും കാര്യങ്ങളൊന്നും കംപ്ലൈന്റ് വരില്ല. ഓടിക്കാറാത്ത ഓടിച്ചടിക്കൂലേ? അത് തീർച്ചയായിട്ടും അത് ഏത് വണ്ടി എന്ന് പറഞ്ഞാലും ഇടിക്കും. അതെ അതെ, ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ആണ് എല്ലാ സൈഡും അല്ലേ? നല്ല ABS ആണെങ്കിലും എല്ലാം. അതെ 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 അതെ, ഒരു റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ വണ്ടി. ഒന്നുമില്ല. നമുക്ക് ഇത് 3,65,000 രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ നമുക്ക് 3 രൂപ ലോണും ചെയ്ത് കൊടുത്തേക്കാം. 3 ലോൺ ചെയ്യാം. 65 രൂപ ഉള്ളിൽ 65 രൂപ. 50 രൂപ. ഈ ക്രിസ്മസ് എല്ലാവരും ചെറിയൊരു എമൗണ്ട് ആയിട്ട് ഇവിടെ വന്നാൽ നമ്മൾ മാക്സിമം ലോൺ സെറ്റ് ചെയ്ത് തരും. സിബിൽ പ്രശ്നമുള്ളവർ നേരത്തെ കൂട്ടി പറയണം. പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇച്ചിരി മോഡൽ കൂടിയ വണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കാശ് തരണം, ഇച്ചിരി മോഡൽ കുറഞ്ഞ വണ്ടിയോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള സൗകര്യം വേണം ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. ഒരു വെന്റോ നമ്മൾ ഓൾറെഡി കാണിച്ചു, അടുത്തതും വെന്റോ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ലേശം പൈസ മുടക്കിയിട്ടുണ്ട്. ഇച്ചിരി പൈസ മുടക്കിയിട്ടുണ്ട്. നല്ല ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇത് 2014 മോഡൽ ഹൈലൈൻ തന്നെയാണ് ഈ വണ്ടി. ഈ വണ്ടിയിൽ ഒരു മികച്ച ഓഫർ ഞാൻ ഈ വണ്ടി കൊടുക്കും. മികച്ച ഓഫറിൽ കൊടുക്കും അല്ലേ? മികച്ച ഓഫർ ഞാൻ കൊടുക്കും. 14 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ? അതെ അതെ, ഡീസൽ ഹൈലൈൻ അല്ലേ? ഡീസൽ ഹൈലൈൻ വണ്ടി. പിന്നെ എന്തെങ്കിലും തട്ടുപൊട്ട ആക്സിഡന്റ് ഒന്നുമില്ല അജു. 2014 വണ്ടി ഒരൊറ്റ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. പക്കയാണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ് ഈ വണ്ടി. ആജു പറ, ആജു എന്ത് വിലക്ക് കൊടുക്കണം? ആജു ഒരു 3 രൂപ ഉള്ളിൽ കൊടുക്കും. ഹൈലൈൻ വണ്ടിയാണ്, 2014 മോഡലാണ്. ഒരു 3 കൊടുക്കും. ശരി, 3 രൂപയ്ക്ക്. ആജു പറഞ്ഞ വില 3 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് കൊടുത്തേക്കാം. കസ്റ്റമറിന് നോക്കിക്കോ, എവിടെയെങ്കിലും ഈ വണ്ടി കിട്ടും നോക്കിക്കോ. ഏറ്റവും നല്ല ഓഫറാണ്. ഇതിന് ഉപരി ഇതിനൊരു 3.5 രൂപ ലോണും കിട്ടും. 50,000 രൂപ അങ്ങോട്ട് കൂടെ തന്നെ അങ്ങനെ കൊടുക്കാം അല്ലേ? പറഞ്ഞതാണ് 3 കൊടുക്കൂല്ലോ അല്ലേ? അത് ശരി, ഉറപ്പല്ലേ? കൊടുക്കൂലേ? തീർച്ചയായിട്ടും 3 ലക്ഷം രൂപ ഞാൻ ഇത് കൊടുക്കും. ഒരു മാറ്റമില്ല. 14 മോഡൽ വെന്റോ. അതെ, 14 മോഡൽ. പിന്നെ കിലോമീറ്റർ പറഞ്ഞല്ലോ നമ്മള്. ഇത് 1 ലാഖിനകത്ത് 90,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ. വേറെ ഒരു റീപ്ലേസ് ഒന്നുമില്ല, ഒരു റീപ്ലേസ്. ക്ലീൻ വണ്ടി അല്ലേ? അതെ, ക്ലീൻ വണ്ടി. അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോ, മിസ് ചെയ്യണ്ട നിങ്ങള്. അത് അടുത്തത് പസാട്ട് ആണല്ലേ? പസാട്ട് അല്ല, ഇത് ഫോക്സ് വാഗന്റെ ജെറ്റ് ആണ്. ജെറ്റയുടെ പഴയ വണ്ടിയല്ലേ? അതെ അതെ, ജെറ്റയുടെ പഴയ വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ? ഇത് 2012 വണ്ടിയാണിത്. ഇത് 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഈ ഫോക്സ് വാഗന്റെ ജെറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ജെറ്റ് തന്നെയാണ് കേട്ടോ. അതെ 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 അതെ, 35 ഓടിയിട്ടുണ്ട്. അജു ഇത് 2010 വണ്ടിയാണ് കേട്ടോ. 10 ആണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. 2010 വണ്ടിയാണ്. 1,35,000 കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്റർ ഓടിയെന്നൊന്നും ഒരിക്കലും പറയത്തില്ല. പിന്നെ നിസ്സാര ആൾട്ടോയുടെ വിലയ്ക്ക് നമ്മൾ ഇത് കൊടുക്കും. മറ്റൊരു കാര്യം, ഇതിന്റെ സീറ്റ് ഒക്കെ നോക്കിയേ, നല്ല പ്രീമിയം ലെതർ സീറ്റാണെങ്കിലേ സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറ്റം പറയാനില്ല. സീറ്റൊക്കെ ഒരു രക്ഷയില്ല. ഇത് എനിക്കൊന്ന് ഫുൾ അല്ല അല്ലേ? ഫുൾ അല്ല. ഇതിനകത്ത് ഫുള്ളും ഹൈലൈനും കംഫർട്ട് ലൈനും ആണ്. കംഫർട്ട് ലൈനിൽ തന്നെ ഈ പറഞ്ഞ രീതി അലോയ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വണ്ടിയുടെ വില എനിക്ക് തോന്നുന്നു ഇത് 2 ലിറ്റർ എഞ്ചിൻ അല്ലേ വരിക? ഇത് 2.0 അല്ല, ഇത് 1.9 TD ആണ്. 2 വരുന്നത് പസാറ്റിനാണ് വരുന്നത്. ഇത് ജെറ്റ് ആണല്ലേ? ഇതിന് വേറെ പ്രത്യേകത, ഇതിന്റെ പുതിയ മോഡൽ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു മിസൈൽ സാധനം തന്നെയാണ്. സെറ്റ് സാധനം. അതുകൊണ്ട് ഈ ജെറ്റ് കണക്ക് പറക്കും. അതുകൊണ്ട് ഈ ജെറ്റ് ആണ് വരുന്നത്. പിന്നെ ഇനി വേറെ കാര്യമുണ്ട്, പ്രൈസ് ആണ് ഹൈലൈറ്റ്. അത് പറയുന്നത് എത്ര കൊടുക്കേണ്ടി വരും? എനിക്കറിയത്തില്ല. 1,90,000 രൂപ കൊടുത്തേക്കാം. 1,90,000 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരു വെഡിച്ചിൽ സാധനം. അതെ അല്ലേ? അതെ. പിന്നെ എടുക്കുമ്പോൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം. ഞാൻ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ കാര്യം. ഫോക്സ് വാഗന്റെ പഴയ മോഡൽ വണ്ടിയൊക്കെയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അന്നും പറഞ്ഞു കംപ്ലൈന്റ് ഉണ്ട് എന്നല്ല പറയുന്നത്. ജെനുവിൻ ആണോ? 1.30 ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ ആണെങ്കിൽ 1.30 അത്ര വലിയ ഓട്ടൊന്നും പറയാനില്ല. ഒരിക്കലും വേറെ അപാധയില്ല, ഒന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ അജു, ഈ വണ്ടി വന്നിട്ട് 2000 ഡിസയർ 2015 മോഡൽ ഡിസയർ ആണിത്. 15 ആണ്. അതെ, 15 ആണ് വണ്ടി. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. അതെ അതെ. എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ? ഒരു അപാകത ഇല്ല. നോക്കെ, ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഒക്കെ നോക്കെ, കറക്റ്റ് RFID ടാഗും എല്ലാം വന്നിട്ടുണ്ട്. ഈ RFID ടാഗ് എന്ന് പറയുന്ന സാധനം അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ല. അത് നമ്മൾ ഈ കമ്പനി ഇറക്കുന്ന സമയത്ത് കമ്പനി തരുന്ന സാധനമാണ്. നമ്മുടെ നമ്പർ ആയിരിക്കും അതിനകത്തുള്ളത്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഫാസ്റ്റ് ടാഗ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഈ ടാഗും എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഫാസ്റ്റ് ടാഗ് പോലെ അല്ല, അത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് കമ്പനിക്കാർ സ്കാൻ ചെയ്ത് തരുന്ന സാധനം. വേറെ കാര്യം ചോദിച്ചു ബ്രോ, ഇതൊക്കെ ഫോർജറി ചെയ്യാനാണെങ്കിൽ സുഖമല്ലേ? ഏതെങ്കിലും വണ്ടിന്ന് പറിച്ചോട്ടിച്ചാലും പോരെ? അല്ല, അങ്ങനെ പറിച്ചോട്ടിക്കാൻ പറ്റൂല. ഇതിനകത്തൊരു RFID ടാഗ് ഉണ്ട്. ഈ ടാഗിനകത്ത് നമ്മൾ ഈ വണ്ടി നമ്പർ അസൈൻ ചെയ്തേക്കും. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഇപ്പൊ വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് പറിച്ചോട്ടിച്ചാലും നമുക്ക് ഈ ഒരു ഫിനിഷ്നെസ് കിട്ടത്തില്ല. അതാണ് പൊല്യൂഷൻ സ്റ്റിക്കറും ഒക്കെ ഏറെക്കുറെ അങ്ങനെയാണ്. അപ്പൊ 15 വണ്ടി 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി പെട്രോൾ സെക്കൻഡ് ഓണർ വണ്ടിയാണിത്. അതെ അതെ അതെ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമുക്ക് ഇത് വെറും 4,35,000 രൂപ കൊടുത്തത്. 4,35 കൊടുത്തത്. അത് നെഗോഷ്യബിൾ ആവുമോ? ചെറിയ രീതിയിൽ നമുക്ക് എന്തായാലും നെഗോഷിയേറ്റ് ചെയ്യാം. ചെറിയ രീതിയിൽ, കുഞ്ഞു രീതിയിൽ. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഒന്നുമില്ല. 35,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അതെ,
വണ്ടി പക്കയായി. കിലോമീറ്റർ ജെന്യൂൻ അല്ലെങ്കിൽ എന്താ ചെയ്ത് കൊടുക്കണേ? നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇനി ഡിസൈർ ആണെങ്കിലോ? ഈ ഡിസൈർ ആണെങ്കിൽ 2017 മോഡലാണ്. പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ്, ഒന്നും ചെയ്യാനില്ല. പുതിയ സീറ്റർ, ഫ്ലോർ മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. സർവീസ് ബുക്ക്, സ്പെയർ കീ, ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഉള്ള വണ്ടിയാണ് ഇത്. അതെ. ഇത് ഓടിയതോ? ഇത് ഓടിയ 90,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു വർക്കും എടുക്കാനില്ല. അത് ഈ നോക്കിയാൽ മതി. ഈ സീറ്റുകാരൊക്കെ നമ്മളിപ്പോ പുതുതായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതെ കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ ഇതിന്റെ കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാ ഹിസ്റ്ററി അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട്. സീറ്റർ നല്ല വൃത്തിയുണ്ട്, പുതിയ ചെയ്താണ് എന്തായാലും. അടിപൊളിയാ. ഒട്ടുമിക്ക ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. ഒരു ക്ലൈമും ഇല്ല, ഒരു ഇതുമില്ല. ഈ വാഹനം ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന കേക്കട്ടെ. ഇതിന്റെ വില വെറും 4,80,000 രൂപ. 5 രൂപ ലോണും കൊടുക്കാം. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2017 ന്യൂ ഷേപ്പ്. 17 ന്യൂ ഷേപ്പ് അല്ലേ? 4,80,000 രൂപ. 4,80,000. അത് 5ന്റെ മേലെ ലോണും ചെയ്യാം അല്ലേ? സുഖമായിട്ട് ചെയ്യാം. പെട്രോൾ ആണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണം കേട്ടോ. ഒരു അപാകത ഇല്ലാന്ന് ഗ്യാരണ്ടി അല്ലേ? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൈസ ഞാൻ ഈ പറയണ പൈസ വാറണ്ടി ഉണ്ട്. ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഡീസൽ 2018 മോഡൽ ZD ആണ് വണ്ടി. ZD ആണ് അല്ലേ? അതെ. അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ZD അല്ല, ZD പ്ലസ് ആണ് ഇത്. ഞാനതാ ചോദിക്കാൻ വന്നത്. കാരണം ഇത് 52,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പ്ലസില് അത് 52 ജെന്യൂൻ ആണല്ലോ അല്ലേ? പക്ക ജെന്യൂൻ. ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സാധനവും വരുന്നുണ്ട്. അതെ അല്ലേ? മനസ്സിലായില്ലേ? അതിനകത്ത് ആ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നത് തന്നെയാണ്. സീറ്റ് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ഒരല്ലോ നല്ല മാസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ സീറ്റ്. പിന്നെ പറയാനുണ്ട്, മാസം കൊലമാസൊക്കെയാണ്. അലോയ് ടയറും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരും. നമുക്കിത് 6,75,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 2018 ZD പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. 18 ZD പ്ലസ് സിംഗിൾ ഓണർ. അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി ഡീസൽ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. അതും വളരെ ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ ഇത് വളരെ റയർ ആയിട്ടേ കിട്ടുള്ളൂ അല്ലേ? എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, മിസ് ചെയ്യാണ്ട് നോക്കിക്കോളൂ. ഇഗ്നിസ് ഓട്ടോമാറ്റിക് വളരെ റയർ ആയിട്ടുള്ള ഒരു പീസ് അല്ലേ? അതെ. എവിടെ കാണാത്തൊരു സാധനമാണ് ഇത്. ശരിക്കും ഏതാ മോഡല്? 2017 ഡീസൽ ഓട്ടോമാറ്റിക്. 18 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 17. ഓക്കെ. 17 ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് എത്ര ഓടിയുണ്ട്? സിംഗിൾ ഓണർ 70,000 കിലോമീറ്റർ. 70 ഓടിയിട്ടു അല്ലേ? ജെന്യൂൻ ആണല്ലോ അല്ലേ? പക്ക ജെന്യൂൻ ആണ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആണ്, ഒരു കുറ്റവും പറയാനില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വേരിന്റെ സീറ്റ് അല്ലേ? സീറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ABS, എയർ ബാഗ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരും. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നല്ല മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി. അത്രേ ഉള്ളൂ. പിന്നെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്, ഒരപാകതയും ഇല്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒറ്റ റീപ്ലേസ് ഇല്ല വണ്ടി. നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് 17 ഓട്ടോമാറ്റിക് കൊടുക്കാം. 17 ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി. അത് 70 ഓടിയിട്ടുള്ളൂ. 70 ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ അല്ലേ? ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. അടിപൊളി. ഇതൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഇതൊക്കെ എല്ലായിടത്തും കാണാത്തൊരു സാധനമാണ്. അതും റയർ പീസ് ആണ്. പിന്നെ പോളോ ഓടിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. പോളോ ഓടിച്ചതിന് ശേഷം പക്ക നല്ല കംഫർട്ട് ആയിരിക്കും അല്ലേ? നല്ല കംഫർട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണല്ലോ. അതെ. അപ്പൊ 5,70,000 രൂപ. അത് നെഗോഷ്യബിൾ ആക്കിയിട്ട് മാക്സിമം ലോൺ ചെയ്യും. സെയിം സാധനം ഓർമ്മ കിടക്കുന്നത് പെട്രോൾ ആണ് അല്ലേ? ഇത് 17 മോഡലാണ്. 17. അപ്പൊ മറ്റേതും 17 ഇത് 17 ആണ്. ഇത് 17 പെട്രോൾ ആണ് അല്ലേ? പക്ഷേ ഇത് ഡെൽറ്റ ആണ് വണ്ടി. ഡെൽറ്റ ആണ്. അതെ. പെട്രോൾ സിംഗിൾ ഓണർ 62,000 കിലോമീറ്റർ. 62 ഓടിയിട്ടുള്ളൂ അല്ലേ? ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, പക്ക വണ്ടി. അജു ഈ വണ്ടിയുടെ അകമൊക്കെ നോക്കി നല്ല ക്വാളിറ്റി കിടക്കാം. നോക്കാലോ. എങ്ങനെയുണ്ട്? നല്ല നീറ്റ് ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. അതെ. പിന്നെ പെട്രോളിൽ എന്തായാലും ഒരു 17 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ? കിട്ടും. 1.2 അല്ലേ? 1.2 തന്നെ. അത്യാവശ്യം പവറും പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. 4 പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഈ വണ്ടി വെറും 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. 4,50,000 രൂപ. ഏറെക്കുറെ 4 രൂപ ഫിനാൻസിംഗ് കിട്ടും. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ചെറിയ രീതി നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അതായത് 17 മോഡല് ഡെൽറ്റ 4.5 ലക്ഷം രൂപ. അതെ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ, മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നല്ല അടിപൊളി ആസ്പയർ ഉണ്ടല്ലോ. ഡീസൽ വണ്ടി 2017 മോഡല്. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ പേര് കിടക്കുന്ന വണ്ടി. വണ്ടി അല്ലേ? അപ്പൊ അതിന് ആ ഒരു അപാകത മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. അതെ. നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് കിട്ടും കേട്ടോ. ഞാൻ വെറുതെ പറയില്ല. ഒരു 25+ ഒക്കെ കിട്ടും. നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. ഈ വണ്ടി ഞാൻ 3,30,000 രൂപയ്ക്ക് ഇറക്കാന്ന് വെച്ചാൽ തരാം. ഒരു 2 ലോണും തരാം. 3,30 കൊടുക്കാം അല്ലേ? 3,30 ഡീസൽ വണ്ടി. വേറെ റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഞാൻ 2 ലോണും മേടിച്ചതാണ്.
330. അപ്പോൾ ഏകദേശം ഒരു 80 രൂപ കാണണം. 80 രൂപ 75 കൊണ്ടുവന്നാൽ മതി അല്ലേ? ഓക്കെ, അതായത് നിങ്ങൾ നോക്കിക്കോട്ടെ. നിങ്ങൾക്ക് മൈലേജോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സെഡാൻ വണ്ടിയാണ്. അടുത്തത് എറ്റിയോസ് ആണ് അല്ലേ? ടൊയോട്ടയുടെ എത്തിയോസ് വളരെ റെയർ ആയിട്ട് ഇപ്പൊ കിട്ടുന്ന ഒരു വണ്ടിയാണ്. പെട്രോൾ ഡീസൽ വണ്ടിയാണ്. മോഡലോ 2017 BD ആണ് ഓപ്ഷൻ. ഒറ്റ റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടി. പിന്നെ പറയുമ്പോൾ അതായത് ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരും. ഏറ്റവും ഫുൾ മിഡിൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. നല്ല സീറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വാഹനം നമുക്ക് നിസ്സാരമായ വിലക്ക് 6 ലക്ഷം രൂപ കൊടുത്തേക്കാം. 17 ഡീസൽ വണ്ടി. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. അതെ, നല്ല നീറ്റ് ആണ്. പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി. വണ്ടിക്ക് ഏറെക്കുറെ ഫുൾ ലോൺ 6 ലക്ഷം രൂപ ലോണും കൊടുത്തേക്കാം. 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ഒറ്റ രൂപ കൊണ്ടുവരണ്ട. ഈ സാധനം എടുത്താൽ ലൈഫ് ലോങ് ഇയർ ആൻഡ് ഓഫർ ആണ് കേട്ടോ അത്. അതെ, 6 ലക്ഷം രൂപയ്ക്ക് 17 വണ്ടി അല്ലേ? 17 വണ്ടി. അത് നല്ല ക്ലീൻ വണ്ടി. 5 സംതിങ്ങിനും കൊടുക്കുവോ? ഇല്ല, ഫൈനൽ. അതായത് ഇത് ശരിക്കും നമ്മൾ കമ്പനി ലോസിന് വിടുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇയർ എൻഡ് ആയതുകൊണ്ട് ഇത് കളയുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അടുത്ത ഒരു വർഷം പുതിയതായിട്ട് തുടങ്ങുമ്പോൾ പുതിയ സ്റ്റോക്കും പുതിയ കാര്യങ്ങളൊക്കെ ഇട്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ് 6 ലക്ഷം രൂപ. നിങ്ങൾ നോക്കിയാൽ എവിടെ പോയാലും ഈ 6 ലക്ഷം രൂപയ്ക്ക് 17 വീഡിയോ ഒരിക്കലും ഒരു രൂപ പോലും കുറയില്ല. അതെ. അതുപോലെ തന്നെ ഈ വാഗണർ ആണെങ്കിലോ, ഈ വാഗണർ 2022 ZXi ആണ് വണ്ടി. ഇത് 22 ZXi. അത് 21 ZXi കേട്ടോ. 1.2 അല്ലേ വരിക? ഇത് 1.2. ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ അല്ലേ? മാനുവൽ സിംഗിൾ ഓണർ വണ്ടി. 35,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണല്ലോ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതായത് ZXi എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ വരും. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റ് ആയിട്ട് വരും. നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തട്ടുമുട്ട ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമുക്ക് പ്രൈസ് നമുക്ക് 5,70 കൊടുത്തേക്കാം. 5,70,000 രൂപയ്ക്ക് 21 വണ്ടി ZXi അല്ലേ? പെട്രോളിൽ ഏറ്റവും ഫുള്ളിന് നേരെ താഴെ വരും. ഓൾമോസ്റ്റ് ഒരു 5,00,000 അടുത്ത് വരെ ലോണും കയറും. 20,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. അടുത്തത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. പഴയ ഷേപ്പ് വാഗണർ. ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആണ്. ഈ വണ്ടി കിട്ടാനില്ല. ഈ വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഈ വാഹനം നമുക്കൊരു 4.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. ഏറെക്കുറെ 4 രൂപ ലോണും ചെയ്ത് കൊടുത്തേക്കാം. ഈ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 50-നകത്തെ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. വേറെ അപാകതകളൊന്നുമില്ലല്ലോ. ഇന്റീരിയർ അത്യാവശ്യം മോശമൊന്നുമില്ല. കീ വിടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നല്ല കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ VXi ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റ് ആയിട്ട് തന്നെ വരും. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ പറയാം കേട്ടോ. 4,50,000. 4.5 ലക്ഷം രൂപ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ഒരു റീപ്ലേസും ഇല്ലല്ലോ. ഒരു റീപ്ലേസ് ഇല്ല. അടുത്തതേ വരുന്ന ഒരു ഗജഗംഭീരം വണ്ടി. ഇതേതാ മോഡൽ? ക്രോസ് ആണ്. 2017 ആണ്. ന്യൂ ഷേപ്പിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. തട്ടിയിട്ടൊന്നും മാറിയൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നമ്മൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. നമ്മളെ കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഞങ്ങൾ ഇതൊന്ന് മാറ്റി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. സീറ്റാണ് വണ്ടിയെങ്കിലും ആൽഫയുടെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. ഒരു കുറ്റവും പറയാനില്ല. പിന്നെ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന അതും ഡീസൽ വണ്ടിയാണ്. അതെ. പിന്നെ ഓട്ടം ഓടിയിട്ടുണ്ടോ? ഓട്ടം 1.5 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഒക്കെയാണ് വണ്ടി നമ്മളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സർവീസ് ഉണ്ട്. ഈ വണ്ടി നമുക്ക് ഒരു 6.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 6.5 ലോണും കൊടുത്തേക്കാം. 6,50,000 രൂപയ്ക്ക് നല്ല അടിപൊളി. അതും S Cross മോഡൽ 17 അല്ലേ പറഞ്ഞേ? 17 അല്ലേ? ഒരു അപാകതയില്ലല്ലോ. ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടി. ഓക്കെ, ഇത് നോക്കിക്കോട്ടെ, കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡീസലിൽ നിങ്ങൾക്ക് വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ഒരു SX4 ആണ് വണ്ടി. 2012 SX4 VD ആണ് വണ്ടി. 12 VD ആണ്. അതെ, ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. 1.35 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. 1.35 ഓടി. നമുക്ക് ഈ വണ്ടി 2,15,000 രൂപ കൊടുത്തേക്കാം. 2.15 12 മോഡൽ വണ്ടി അല്ലേ? 12 മോഡൽ ഡീസൽ വണ്ടി. VDI അല്ലേ? അതെ, VDI. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും കിട്ടും. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. പഴയ വണ്ടിക്ക് പോലും ഇല്ല. ഒരു വണ്ടി ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. എന്തായാലും കാണാൻ 2.15 കുറേ കിട്ടും. മാക്സിമം കുറച്ച് തരും. ഇതിനകത്ത് പൊടിയടിച്ച് കിടക്കുന്നേ ഉള്ളൂ. ഇത് 2011 മോഡൽ റിറ്റ്സ് ആണ്. 11 റിറ്റ്സ് VDI ആണ് വണ്ടി. ഓടിയത് 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. അതെ, ഒരു അപാകതയില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. നമ്മൾ നിസ്സാരമായ വിലക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്ക് 1,75,000 രൂപ കൊടുത്തേക്കാം. 1.75 11 മോഡൽ VDI വണ്ടി അല്ലേ? ഡീസലാണ്. മൈലേജ് കിട്ടും. വേറെ കാര്യമായ അപാകതകൾ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടി. പേപ്പറൊക്കെ പക്കയാണല്ലോ. വിൻഡോയും സെൻട്രൽ ലോക്കും സകല സാധനങ്ങളും നോക്കണ്ട. അത് ഇവിടെ ആ വാഴന്റെ ഒക്കെ ചോട്ടിലിട്ടേക്കണുണ്ട്. ഇതിപ്പോ ഇന്ന് കഴുകിയിട്ട് നാളെ ആയാലും ഇതിങ്ങനെയൊക്കെ തന്നെ ആവും അല്ലേ? അത് നിങ്ങൾ നോക്കിയാൽ കേട്ടോ. നിങ്ങൾ വരുമ്പോഴത്തേക്കും നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനായി കൊടുക്കണം കേട്ടോ. ഡീസൽ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,70,000 രൂപ ഇതിൽ താത്ത എവിടെ വണ്ടി കിട്ടുന്നത്? 2012 ഒരിക്കലും കിട്ടില്ല. 1.70 തരുന്നത്. ഇത് നമ്മൾ കൊടുത്ത വണ്ടിയാണ് ഏറെക്കുറെ. ഇത് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അടുത്ത് നമ്മൾ
പോകണമെങ്കിൽ ഡാറ്റ്സന്റെ പാവങ്ങളുടെ ഇന്നോവ എന്നറിയപ്പെടുന്ന ഒരു 7 സീറ്റ് വണ്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പാവങ്ങളുടെ മോഡൽ 2016 16 അതെ അതെ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അതായത് 7 സീറ്റ് ആണെന്നുള്ള പേരെങ്കിൽ സംഭവം സീറ്റ് 7 ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിലൊക്കെ കുട്ടിയൊക്കെ പറ്റുള്ളൂ. അതെ അതെ. ഇത് 1.2 ലിറ്റർ തന്നെയല്ലേ? അതെ 1.2 ലിറ്റർ തന്നെയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. 2016 വണ്ടിയാണ് ഈ വണ്ടി. നമുക്കിത് 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 1,85,000 രൂപ കൊടുത്തേക്കാം. 1.85 16 വണ്ടിയോ? 16, അതും 7 സീറ്ററാ? 7 സീറ്റർ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു അപാകതയില്ല, വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. കിലോമീറ്റർ 85,000 കൊടുക്കാം. അടിപൊളി കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ. ഇതൊക്കെ വണ്ടിക്ക് മാർക്കറ്റ് കുറവായതുകൊണ്ട് മാത്രമാണ് വില കുറച്ച് തരുന്നത്. കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടൊന്നും ഒന്നുമല്ല. അതെ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഫുൾ ലോൺ തന്നെ കയറൂല്ലേ? ഫുൾ ലോൺ കയറും. ഇനി പുതിയ മോഡൽ ഒരു ഇതാണ് 2021 വണ്ടിയാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. RXT ഓപ്ഷൻ ആണ് വണ്ടി. 1000 cc ആണ് വണ്ടി. ഈ പറയുന്ന ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ടച്ച് സ്ക്രീൻ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്. വണ്ടി നല്ല പക്ക വണ്ടിയാണ്. 4 ഡോർ പവർ വിൻഡോയും ഉണ്ട്. അതെ, ഈ വണ്ടി നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 3.25 രൂപ ലോണും കൊടുക്കാം. നിങ്ങളൊരു 15,000 രൂപ വരുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോകാം. ഡെലിവറി വരുന്നത് 9 മാസം 2021 അല്ലേ? അതെ 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 അതെ. ഓക്കെ, 3,90,000 രൂപ. 1 ലിറ്റർ വണ്ടി അല്ലേ? 1 ലിറ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓടി പറഞ്ഞാൽ 40,000. ജെന്യൂൻ കിലോമീറ്റർ. ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. അടിപൊളി. 2014 മോഡൽ ഇയോൺ. 14 ആണ്. ഇയോൺ വണ്ടി. മാക്സിമം അലോൺസ് കൊടുക്കുവോ? തീർച്ചയായിട്ടും. 14 എത്ര ഓട്ടം? 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 60,000 സെക്കൻഡ് ഓണർ. ഇന്റീരിയർ നല്ല ക്ലീൻ ആട്ടോ. ഒരു കുറ്റം നല്ല രീതിയിൽ പറയാനില്ല. എന്തെങ്കിലും അപാകത ഉണ്ടോ ബ്രോ? ഒരു അപാകതയില്ല അജു. എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ പറയുന്ന കാശ് കൊടുക്കും നമ്മൾ. അതെ. ഓടിയത് എത്രയാ? ഓടിയത് 60,000 കിലോമീറ്റർ. 60,000 ഓടിയിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിന്റെ വൃത്തി ഒരു രക്ഷയില്ല കേട്ടോ. 14 ആണെങ്കിൽ പോലും നല്ല വൃത്തി. എന്ത് വിലയ്ക്ക് കൊടുക്കാം? പറഞ്ഞോ, 2 രൂപയ്ക്കുള്ളിൽ കൊടുക്കോ? 1,90,000 രൂപ കൊടുത്തേക്കാം. 1.90 കൊടുക്കാം അല്ലേ? നല്ല ക്ലീൻ പീസ് വണ്ടി. അത് 14 ലോ കിലോമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ അൾട്ടോ കിടക്കണ്ടല്ലോ. ഇതോ 2011 വണ്ടിയാണ്. ഇത് സെക്കൻഡ് ഓണർ വണ്ടി. 80,000 കിലോമീറ്റർ. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള, നല്ല സീറ്റ് ഒക്കെ ചെയ്ത നല്ല സൂപ്പർ വണ്ടിയാണ്. സൂപ്പർ വണ്ടി അല്ലേ? ആർക്ക് വേണ്ടി എടുത്ത് എവിടെ വേണമെങ്കിലും പോവാം. മാരുതി അങ്ങനെ ഗ്യാരണ്ടി തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ വണ്ടി. നല്ല ക്ലീൻ വണ്ടിയാണ്. ഈ വാഹനം നമുക്ക് 1,40,000 രൂപ കൊടുത്തേക്കാം. ലോൺ ശ്രീറാമിലാണെങ്കിൽ ഒരു രൂപ ലോണും കൊടുത്തേക്കാം. അതെ അല്ലേ? 11 അല്ലേ പറഞ്ഞേ? 11 നല്ല വൃത്തിയാണ് കേട്ടോ വണ്ടി കാണാനും. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് ഇല്ല. പവർ വിൻഡോ കമ്പനി ഇറക്കുന്നില്ല ശരിക്കും. ചെയ്തിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ. 1,40,000 രൂപ. 1,40,000 രൂപ. കുറെ ആളുകൾ കുറച്ച് കൊടുക്കും. ചെറിയ രീതി. ഇതിനകത്ത് വലിയ മാർജിൻ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു. അതെ അതെ അതെ. എക്സ്ചേഞ്ച് ഒക്കെ വരുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ഒക്കെ വന്ന വണ്ടി. അടിപൊളി. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. അതേപോലെ തന്നെ ഈ ഓൺ ആണെങ്കിലോ 2018 ഇയോൺ ആണ് ഇത്. 47,000 കിലോമീറ്ററുടെ എറാ പ്ലസ് ആണ് ഈ വണ്ടി. 47 ഓടിയിട്ടുള്ളൂ. എറാ പ്ലസ് അല്ലേ? എറാ പ്ലസ്. ഇത് ബോഡി വൈസ് നല്ല വൃത്തിയുണ്ടല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ആലോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. 17 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ? അതെ അതെ. 17 അല്ല 18. സോറി, 18 മോഡലുള്ള വണ്ടിയാണ് കേട്ടോ. വേറെ അപാകതകൾ ഇല്ലാത്ത ഇന്റീരിയർ കാണിച്ചു തരാം. ഒരു 9 ഇഞ്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയും ഉണ്ട്. ഒരു അപാകത ഇല്ലെന്ന് ഉറപ്പല്ലേ? ഗ്യാരണ്ടി ആണ്. 18 വണ്ടിയൊക്കെ ആയതുകൊണ്ടൊരു 2.5 ഉള്ളിൽ കൊടുക്കുവോ? 2.25 രൂപ കൊടുക്കാം അല്ലേ? പക്ഷെ വേണ്ട, എനിക്ക് 2.25 ലക്ഷം രൂപ തന്നാൽ മതി. 2,25,000 രൂപ. 2,25,000 തന്നാൽ മതി. പിന്നെ നെഗോഷ്യബിൾ ആവും. ഇനി ഞാൻ നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് ആജു പറയുന്നത്. ആജു പറഞ്ഞ 2.5 രൂപയാണ്. ഞാൻ പറഞ്ഞ 2.25 രൂപ. അലോയ്സ് ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ. എന്താ ഫൈനൽ റേറ്റ് ആണ്. 2,25,000 ഒന്നും കുറയില്ല. അതിൽ കൂടുതലൊക്കെ പറയുന്നതിനും ഒരു പരിധി ഉണ്ടല്ലേ? അതെ അതെ അതെ. ഇനി നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് പറയുന്നത്. 2011 നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റൺ ആണ്. 11 വണ്ടിയാണ്. ഐറ്റൺ പെട്രോൾ അല്ലേ? ഐറ്റൺ പെട്രോൾ. 70,000 കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. മാഗ്നയാണ് വണ്ടി. നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ബോഡി ഉണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. എവിടെ നമ്മളെ കിടത്താതെ കൊണ്ടുവന്ന ഹുണ്ടായി ഇറക്കിയ നല്ലൊരു സെഗ്മെന്റ്. നല്ല പൊക്കമുള്ളവർക്കും തടിയുള്ളവർക്കും എല്ലാം ഇരുന്ന് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഈ വണ്ടി. അത്രയും വേണോ? മൈലേജ് ഇച്ചിരി കുറവുണ്ടെങ്കിലും വണ്ടി നല്ല ക്വാളിറ്റി ആണ്. പിന്നെ കംപ്ലൈന്റ് സത്യം പറഞ്ഞാൽ കുറവാണ്. അത് ഉള്ളത് തന്നെയാണ്. പക്ഷെ ബാക്കി പറഞ്ഞതിനോടൊന്നും എല്ലാത്തിനോടും ഞാൻ യോജിക്കില്ല. എല്ലാവർക്കും ഇരുന്ന് പോയതിനകത്ത് ലേഡീസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പൊക്കമുള്ളതുണ്ട്. വേറൊരു കാര്യമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് കുറച്ചുകൂടി ഉയരത്തിലിരുന്ന് റോഡ് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഐറ്റന്റെ ഒരു ഗുണം. പഴയ വണ്ടിന്റെ പിന്നെ പഴയ ഷേപ്പ് ആണെങ്കിൽ പോലും നല്ല വൃത്തിയുണ്ട് അല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി.
ഓക്കെ 1,75,000 രൂപ കൊടുത്തേക്കാം. 11 വണ്ടി 11 വണ്ടി 1.75. അത് മാഗ്ന ഒരുവിധം എല്ലാ ഒരു 1.25 രൂപ ലോണും വേണമെങ്കിൽ കൊടുത്തേക്കാം. 1.25 ലോണും കിട്ടും അല്ലേ? അത് ശ്രീറാം പോലത്തെ കമ്പനിയിലെ കിട്ടത്തോളൂ. 1.25 ലക്ഷം ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നോക്കിക്കോട്ടെ, നിങ്ങൾ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഈ വണ്ടി. അതിനെക്കാട്ടി ഇച്ചിരി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2010 കാപ്പ എഞ്ചിനാണ്. 10 ഇത് 10 ആണ്. ഈ വാഹനത്തിന് ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പണ്ടത്തെ CVT ആട്ടോ. പണ്ടത്തെ CVT ഈ വണ്ടിയൊക്കെ ലോഡ് ഗിയർ ഉൾപ്പെടെയുള്ള നല്ലൊരു വണ്ടിയാണ്. മനസ്സിലാവുന്നില്ലേ? അതായത് നിങ്ങൾ ആലോചിക്കണം, 2010 മോഡലാണ്. 10 ഇതാ ഈ വൃത്തി കാണുന്നത്. നോക്കിയേ, ഫോട്ടോ വിൻഡോയും മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരും. അതുപോലെ തന്നെ ഇതാ ഓട്ടോമാറ്റിക് ആണ്, CVT ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഏകദേശം ഒരു 10-12 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല കംഫർട്ടാണ് വണ്ടി. ഞാനിത് കുറച്ച് കാലത്ത് യൂസ് ചെയ്തുകൊണ്ട് പറയണം, നല്ല വണ്ടിയാണ്, വളരെ നല്ല വണ്ടിയാണ്. 4 നല്ല പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വണ്ടി നമുക്ക് 2,15,000 രൂപ കൊടുത്തേക്കാം. ഓട്ടം 39,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്റർ. 2.15 നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്, ഓട്ടോമാറ്റിക് വണ്ടി. അതും ഹെഡ്ലൈറ്റ് പോലും മങ്ങിയിട്ടില്ലല്ലോ, ഒന്നുമില്ല. വണ്ടി നല്ല ക്ലീൻ ആച്ചു, ഒരൊറ്റ പെയിന്റിംഗ് ടച്ച് പോലും ഇല്ല വന്നിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല ക്ലീൻ പീസ് വണ്ടി. അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ 2016 മോഡൽ ഇയോൺ സിംഗിൾ ഓണർ വണ്ടി. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ളൂ. അതെ, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ. അത് 14 പറഞ്ഞേ, 16 മോഡലാണ്. ഇത് ഇറ പ്ലസ് ഇത് എറാ പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും അല്ലേ? പിന്നെ ഇന്റീരിയറും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ലല്ലോ, അപാകത ഒന്നുമില്ല. ഒരു 35,000 രൂപ കൊണ്ട് നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. 2,35,000 രൂപ വണ്ടി കൊടുത്തേക്കാം. ഏറെക്കുറെ 2 രൂപ ലോൺ ചെയ്ത് കൊടുത്തേക്കാം. 2.35 നിങ്ങൾക്ക് 16 വണ്ടി തരുന്നത് കേട്ടോ. ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പോൾ 16 വണ്ടിക്ക് 2.35 പറഞ്ഞിട്ട് നിങ്ങൾ 18 വണ്ടി 2.25 കൊടുക്കുന്നു പറഞ്ഞാൽ ശരിയാവോ? അതിന്റെ പ്രശ്നം വെച്ചാൽ അത് തേർഡ് ഓണർ, ഇത് സിംഗിൾ ഓണറും. അത് ഇത് കിലോമീറ്റർ 47,000, അതും കിലോമീറ്റർ കുറവാണ്. പക്ഷെ തേർഡ് ഓണർ ആയതുകൊണ്ടാണ് അത്രയും വില കുറച്ച്. സത്യം പറഞ്ഞാൽ ഈ ഓണർഷിപ്പിലൊന്നും ഒരു കഥയില്ലല്ലോ. അല്ല, ഓണർഷിപ്പ് ഒരു കഥയില്ല. പിന്നെ ചില ആൾക്കാർ ഈ ഓണർഷിപ്പ് കൂടുമ്പോഴത്തേക്ക് ഫിനാൻസ് ഒക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫിനാൻസ് ഇതൊക്കെ നോക്കുന്നുണ്ടോ? ഏറെക്കുറെ നോക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് നല്ല ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും കേട്ടോ. അതും ആ 18 അങ്ങനെ എടുക്കാം. രണ്ട് നല്ല ബഡ്ജറ്റ് പ്രൈസിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? ലാസ്റ്റ് വണ്ടി ഇതാ നല്ല അടിപൊളി 2010 നല്ലൊരു കേട്ടൺ LXI വണ്ടിയാണ്. 72,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പുത്തൻ കണ്ടീഷൻ ഉണ്ടല്ലോ. പുത്തൻ കണ്ടീഷൻ ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് അല്ലേ? ക്ലീൻ ആയിട്ട് ഒരു അപാകതയില്ല, ഒറ്റ അപാകതയില്ല. ഓടിയത് അറിയോ? 70,000. നല്ല ക്വാളിറ്റി ഇല്ല, ബോഡിയൊക്കെ നല്ല പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട്. റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. 1,85,000 രൂപ. 1.85 2011 വണ്ടി അല്ലേ? ഓക്കെ, നെഗോഷ്യബിൾ ആയി കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കാം. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1.25 നമുക്ക് ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഈ കിടക്കുന്ന അത്രയും വണ്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ 2-3 എപ്പിസോഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ സോയിബ്രോനെ കോൺടാക്ട് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നമ്മൾ ഫോണിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കാറ്റലോഗ് തരും. ആ കാറ്റലോഗ് നിങ്ങൾക്ക് വണ്ടിയെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആ വണ്ടി ലോൺ ചെയ്യാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ചെയ്യാം. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വരും. മാക്സിമം വിലയും കുറച്ച് വിടാം. പിന്നെ അതുപോലെ തന്നെ ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് 2,300 രൂപ 5 കൊല്ലത്തേക്കും 3,300 രൂപ 3 കൊല്ലത്തേക്കാണ് അടവ് വരുന്നത്. ഇത് അത്യാവശ്യം സിബിൽ സ്കോർ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും നിങ്ങൾ വണ്ടിയുടെ ലോണിനെ പറ്റി പറയണം, നിങ്ങൾക്ക് എത്ര അടവ് വരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന എമൗണ്ടിൽ നിങ്ങൾ എത്ര ലക്ഷം രൂപ വേണോ നിങ്ങൾ അത് വെച്ച് മൾട്ടിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ EMI കിട്ടുന്നതാണ്. പിന്നെ ഈ എമൗണ്ടിൽ ചിലപ്പം ഞാൻ ഏറ്റവും നല്ല കമ്പനിയാണ് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും 10, 50 രൂപ 100 രൂപയുടെ വ്യത്യാസം വരുവാണെങ്കിൽ EMIക്കകത്ത് വർഷത്തിൽ ഇപ്പോൾ 2,300, 2,400, 2,450 വരുവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും EMI വ്യത്യാസം വരുന്നത്. 3,300, 3,400 ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെയും ചെറിയ വ്യത്യാസങ്ങൾ കാണും. പിന്നെ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ ആണെങ്കിൽ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്യാം. ഞാനോ ഈ ചാനലിനടുത്ത് അജുവോ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആരും വണ്ടി എടുക്കണ്ട. നമ്മൾ ഈ കച്ചവടമാകുമ്പോൾ എല്ലാവരും നമ്മൾ വണ്ടി നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വണ്ടികൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അത്യാവശ്യം ചില ആൾക്കാർക്ക് വിളിച്ചാൽ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമ്പനി നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് 646 എന്നുള്ള നമ്പർ. ആ നമ്പറിൽ ഹായ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെയുള്ള സ്റ്റാഫ് നിങ്ങൾക്ക് അതിന്റെ മറുപടി തരുന്നതായിരിക്കും. ചില സാങ്കേതിക തടസ്സം കൊണ്ടും ചിലപ്പോൾ ഇച്ചിരി ബിസി ആയിക്കോട്ടെ നമ്മൾ ഫോൺ എടുക്കാത്തതായിരിക്കും. ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ആ കമ്പനി നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ. ഒരുപാട് സന്തോഷം. കുറച്ച് ശ്വാസം വിട്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ഒന്ന് പറയട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡിൽ കുറേ വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയതിന്റെ കാരണം മാക്സിമം വണ്ടി ഉൾപ്പെടുത്താനാണ്. ഓൾമോസ്റ്റ് ഒരു 50-55 വണ്ടിയോളം നമ്മൾ 2 എപ്പിസോഡിലായിട്ട് കാണിച്ചു. നിങ്ങൾ കോൺടാക്ട് ചെയ്തോ, ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. സുഹൃത്തുക്കളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. രാവിലെ തുടങ്ങിയത് വൈകുന്നേരമായി എന്തായാലും. അപ്പോൾ
അടുത്തൊരു കിലോ വീഡിയോ ഇവിടുന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്മസ് ഒക്കെയാണ്, ഓഫറൊക്കെയാണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലേ? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്രാവശ്യം എല്ലാം നല്ല വണ്ടികൾ ഒരുപാട് വില കുറച്ച് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് കാണുമ്പോൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് കാണാം. അതിനകത്ത് ഒരുപാട് വേറെ വണ്ടികളുണ്ട്. അടുത്തൊരു കിലോ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും